നെക്സ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇത്രയും നേരം നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നോർമലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ടിന്യൂസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം അൺകൗണ്ടബിളും ഇൻഫൈനൈറ്റും ആയിട്ടുള്ള വേരിയബിൾസാണ് ഉണ്ടാവുക. അതായത് നമുക്ക് കൗണ്ടബിൾ അല്ല അത്, കാരണം നമ്മൾ 0.2 0.3 അങ്ങനെ പലതരത്തിലുള്ള വാല്യൂസ്, എല്ലാ വാല്യൂസും നമുക്ക് എടുക്കാൻ പറ്റുന്ന, കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് കണ്ടിന്യൂസ് എന്നുള്ളത്. അപ്പം അതിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത് നമ്മളൊരു നോർമൽ കർവിലേക്ക്, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളെന്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത്. ഇത് ബൈനോമിയലിനും പോയിസണിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇക്വേഷനും കൂടി ഉണ്ടാവും. നമ്മൾ സാധാരണ ബൈനോമിയലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഫോർമുല ഉള്ളായിരുന്നു, നമുക്ക് വേറെ ഇതിലേക്ക് കൺവേർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു നോർമൽ കർവിലേക്ക് ഇവിടെ കൺവേർട്ട് ആക്കേണ്ട ആവശ്യമുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. അത് ഈ ഒരു കർവാണ് എന്ത് നോർമൽ കർവ് എന്നുള്ളത്. ഇതിൽ നമുക്ക് സെൻറ്ററായിട്ട് 0യും പിന്നെ ഇത് ഡാറ്റാസ് നമുക്ക് വേരിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 1, ദെൻ വീണ്ടും 1 ആകുമ്പോൾ 2, അങ്ങനെ എക്സെട്ര, നമുക്കറിയില്ല, ഇൻഫിനിറ്റിയാണ്. ദെൻ ഇവിടെ നെഗറ്റീവ്, 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കത് നെഗറ്റീവ് ആയതുകൊണ്ട് -1, ഇവിടെ എന്താണ് 1 വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ -2 -3 അത്. ഇവിടെ അതെന്താ, ഈ കർവ് നമ്മളുടെ ഈ ലൈനിൽ ജോയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ എല്ലാ വാല്യൂസും, ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയി കണ്ടിന്യൂസ് വാല്യൂസ് ആണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ എല്ലാ വാല്യൂസും, ഇതൊരു എക്സാക്റ്റ് വാല്യൂസ്, എല്ലാ വാല്യൂസും ഇൻക്ലൂഡഡ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്, അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ് ഇതെന്ത് നമ്മൾ ഈ ലൈനിൽ ഇത് ജോയിൻ ചെയ്യാത്തത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂ, അതായത് മീൻ എന്നുള്ളത് നമുക്ക് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ = 1 ആയിട്ടാണ് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈ കർവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മ്യൂ = 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിട്ടുള്ള ഈ കർവിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ 0 എന്നുള്ളത് ഈക്വൽ ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സിമ്മട്രിക്കൽ സൈഡ്, അതായത് സിമ്മട്രിക്കൽ സൈഡ് എന്നും കൂടിയും പറയാം. ഈ കർവിൻ്റെ മാക്സിമം പോയിന്റിലുള്ളതാണ് എന്ത്, ഇതിൻ്റെ മീനും മോഡും മീഡിയനും. മാക്സിമം പോയിന്റ്, ഒറ്റ മാക്സിമം പോയിന്റേ ഉള്ളൂ. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2 രീതിയിൽ, അപ്പോൾ ഇവിടെ എന്താ മാക്സിമം പോയിന്റ് 2 ഉണ്ട്. ബട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓൺലി 1 മാക്സിമം പോയിന്റ്, ഒരു മാക്സിമം പോയിന്റ് മാത്രമേ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും അതിൻ്റെ മാക്സിമം പോയിന്റിലുള്ളത്. ഒരു മാക്സിമം പോയിൻ്റാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. മ്യൂ = 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിട്ടുള്ള ഈ കർവിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പം മൊത്തം പ്രോബബിലിറ്റി നമുക്കറിയാം 1 ആണ്, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഈ ഒരു കർവിൻ്റെ ഇൻസൈഡിൽ ഈ ഭാഗമാണ് നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത് മൊത്തം നമുക്ക് 1 ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഇത് മൊത്തം 1 പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 0.5 ആയിരിക്കും ഒരു സൈഡിൽ 0.5 പ്രോബബിലിറ്റി ആയിരിക്കും. മൊത്തം പ്രോബബിലിറ്റി എന്താണ് 1. ദെൻ ഇതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ 0.5 പ്രോബബിലിറ്റിയും ഈ സൈഡിൽ 0.5 പ്രോബബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഇതിനൊരു ബെൽ ഷേപ്പ്ഡ്, അതായത് നമ്മളുടെ പള്ളിയിലൊക്കെ കാണുന്ന ഇതൊരു ബെൽ ഷേപ്പ്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ
പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒന്ന് മ്യൂവും ഒന്ന് സിഗ്മയും. ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മീനും മോഡും മീഡിയനും ഈക്വൽ ആയിരിക്കും. പിന്നെ അത് സിമ്മട്രിക്കൽ മോഡാണ്. പിന്നെ അതെന്താ യൂണി മോഡലാണ്. ദാറ്റ് മീൻസ് എന്താ ഒറ്റ മാക്സിമം പോയിൻ്റ് ആണുള്ളത്. പിന്നെ ഒരു മാക്സിമം പോയിൻ്റ് മാത്രമേ ഇതിനുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. പിന്നെ മ്യൂസ് ഈക്വൽ ടു 0യും സിഗ്മാസ് ഈക്വൽ ടു 1ഉം ആയിട്ടുള്ളതിന് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബെൽ ഷേപ്പ്ഡ് ആണ്. നെക്സ്റ്റ് ഫോർമുല f ഓഫ് x ഇസ് ഈക്വൽ ടു 1/√2π സിഗ്മ. ഈ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. 1/√2π സിഗ്മ e റേസ് ടു -1/2 x മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ്റെ ഫോർമുല ആയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് സ്റ്റെപ്സ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി എങ്ങനെ ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടോ അങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്കിപ്പോൾ പറഞ്ഞു ലാർജ് വാല്യൂസ് വരുമ്പോഴാണ് നമ്മൾ ബൈനോമിയലും അങ്ങനെ കണ്ടിന്യൂസിൻ്റെ ബേസിൽ നമ്മൾ ലാർജ് വരുമ്പോൾ മാത്രമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂസൊക്കെ എന്തായിരിക്കും, ഭയങ്കര ലാർജ് ആയിട്ടുള്ള 95, 90, 100, 105 അങ്ങനെ 80, 85 രീതിയിൽ ലാർജ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. z ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ മുന്നേ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയണം. ഈ എക്സ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഗിവൺ വാല്യൂ ആണ്, ആ ലാർജ് വാല്യൂ ആണ് ഈ എക്സ് എന്നുള്ളത്. അതിനെ നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു നോർമൽ കർവിലേക്ക്, അതായത് ഇതിനെ നമ്മൾ ചെറിയ വാല്യൂസിലേക്ക് കൺവേർട്ട് ആക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0, 1, 2, -1, -2. അപ്പോഴാണ് നമ്മൾ ഈ നോർമൽ കർവ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാല്യൂസിനെയാണ് നമ്മൾ സെഡ് സ്കോർ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെഡ് സ്കോർ കിട്ടി. സെഡ് സ്കോർ കിട്ടിയതിന് ശേഷം നമുക്കൊരു ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഈ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മളൊരു ലോഗരിതമിക് ടേബിൾ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട്. ഈ ബുക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ അങ്ങനെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് എക്സാം ഹാളിൽ അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബുക്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിളിൽ നമുക്ക് സെഡ് സ്കോർ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 1 പോയിൻ്റ്, അതായത് എക്സ് മൈനസ് മ്യൂസ് ഡിവൈഡഡ് ബൈ സിഗ്മ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ഒരു 1.4 ആണെന്ന് വിചാരിക്കുക. 1.4 അത് ഈ ടേബിളിൽ നമ്മൾ നോക്കാം. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ Z വരെയുള്ള ഈ വാല്യൂസാണ് ഈ ഒരു ഏരിയയിലുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 പോയിൻ്റാണ് തന്നിട്ടുള്ളത്. 1 പോയിൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ വെർട്ടിക്കലി നോക്കുക. 1 വരുന്നത് 1.4 ആണ്. അപ്പോൾ 1.4 ഓക്കെ. 1.4 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. അപ്പോൾ 1.4 ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ എടുക്കുന്നു. 0.4192 പോയിൻ്റ് അതാണ് ടേബിൾ വാല്യൂ ആയിട്ട് കിട്ടിയത്. 0.4192. ഇനി നമുക്ക് സെഡ് സ്കോർ കിട്ടിയിരിക്കുന്നത് 1.42 ആണെന്ന് വിചാരിക്കുക. 42 ആണെന്നുണ്ടെങ്കിൽ 1.4 നമുക്കറിയാം 4. പിന്നെ നമുക്ക് 4 കഴിഞ്ഞിട്ട് 2 ആണ്. അപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ടേബിൾ നോക്കുക. 2 വരുന്നത്. അപ്പോൾ 2ഉം ഇവിടെയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണ ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ നോക്കുക. അപ്പോൾ 0.422. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂ 0.422 ആയിരിക്കും ഈ സെഡ് സ്കോറിൻ്റെ ടേബിൾ വാല്യൂ ആയിട്ട് വരുന്നത്. ടേബിൾ വാല്യൂ കാണുന്നത് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം നമുക്കൊരു സെഡ് സ്കോർ കിട്ടിയെന്ന് വിചാരിക്കുക. അതൊരു 1.21 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1.2 നമുക്ക് കിട്ടി. ഇനി 1 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലി ഉള്ള ഈ ഒരു ലൈൻ നോക്കുക. ഈ ലൈനിൽ 1 വരുന്ന ഭാഗവും 1.21 കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. ഇവിടെ ഏതാണ് വന്നത് 0.3869. ഓക്കെ.
അപ്പം ഇതാണ് ടേബിൾ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ സെഡ് സ്കോറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട, അതായത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ, ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണ്ട. കാരണം എന്താ, ഇവിടെ ഓൾറെഡി സെഡ് സ്കോർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ -1.78നും <7 1.78 ഈ ബിറ്റ്വീനിലുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പോയിന്റ് നിൽക്കണേ നോക്കാം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ കർവ് 0, 1, 2, ഇവിടെ -1, ഇവിടെ -2. അപ്പോൾ നമുക്കറിയാം -1.78 ഏകദേശം ഈ ഒരു ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, -1.78. ഇവിടെയും 1.78 ഉണ്ടാവുക. അപ്പോൾ -1.78 മുതൽ 1.78 വരെയുള്ള ഈ ഒരു അണ്ടറിലുള്ള ഏരിയേൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇത്രയല്ലേ പ്രോബബിലിറ്റി നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് സെഡ് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇതിൻ്റെ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഏരിയാസ് ആർ ഈക്വൽ ഫോർ സെയിം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെഡ് വാല്യൂസ്. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സെഡ് വാല്യൂസ് സെയിം ആയിട്ടുള്ള, അതായത് സെയിം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെഡ് വാല്യൂസ്, അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയാം, ഏരിയ ഫ്രം സെഡ് is equal to 0 to z is equal to 2.48. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് 2.48ൻ്റെ എന്താണ് ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4934 ആണ്. അതേപോലെ തന്നെ -248 2.48ൻ്റെ ആണെന്നുണ്ടെങ്കിലും എന്താ ടേബിൾ വാല്യൂ സെയിം ആവുമെന്നാണ് പറഞ്ഞത്. ഏരിയാസ് ആർ ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് ടേബിൾ വാല്യൂ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.78 ആദ്യം ടേബിൾ വാല്യൂ നോക്കുക. അപ്പോൾ 1.78 നോക്കുക, 1.7 കിട്ടി. ഇനി 8ൻ്റെ ഭാഗം നോക്കുക, 8 വരുന്നത് മേലത്തെ ഭാഗത്ത് 8 വരുന്നത്, 8ൻ്റെ താഴത്തേക്ക് നോക്കുക. എന്നിട്ട് 1.7 നേരെയുള്ള വാല്യൂ എടുക്കുക. അതേതാണ് 0.4625. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 to z less than 0 less than z less than 1.78 വരെയുള്ളത് എത്ര, 0.4625. അപ്പോൾ ഇനി എന്താ, നമുക്ക് ഇവിടെ വരെയുള്ള, ഇപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് കിട്ടി, ഇത്രയും വരെയുള്ള എന്താ ഏരിയയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ, -1.78 മുതൽ 0 വരെയുള്ള നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് -1.78 z ലെസ് ദാൻ 0 വരെയുള്ളതും എന്ത് തന്നെയാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ നോട്ട് പ്രകാരം എന്താ, ഏരിയാസ് ആർ ഈക്വൽ ഫോർ സെയിം പോസിറ്റീവ് നെഗറ്റീവ് സെഡ് വാല്യൂ. ഇത് സെയിം അല്ലേ, 1.78 മൈനസും പോസിറ്റീവും ആയിട്ട് ഈ വാല്യൂസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എടുക്കാം, 0.4625 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് -1.78 ലെസ് ദാൻ z ലെസ് ദാൻ 1.78 is equal to, ഇത് രണ്ടും കൂടി സം ചെയ്താൽ മതി, 0.4625 പ്ലസ് 0.4625. ഈ വാല്യൂ ആയിരിക്കും എന്ത്, ഇതിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്, ഇത് സോൾവ് ചെയ്യുന്ന വാല്യൂ. ആൻസർ 0.925. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 1.52 ലെസ് ദാൻ z ലെസ് ദാൻ 2.01. ഇത് z സ്കോറിലേക്ക് മാറ്റണ്ട. ഇനി നമുക്ക് ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതായത് പ്രോബബിലിറ്റി 1.52 ലെസ് ദാൻ z ലെസ് ദാൻ 2.01 എവിടുന്ന് മുതലാണ്, 1.52 മുതൽ പ്രോബബിലിറ്റി 1.52 ലെസ് ദാൻ z ലെസ് ദാൻ 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 മുതൽ z ലെസ് ദാൻ 2.01 വരെയുള്ള, ഇതല്ലേ ഇത്, ഇങ്ങനെ തന്നെ ഇതിൽ കൂടെ. അതായത് നമ്മളുടെ കർവിൽ നമുക്കറിയാം 0 -1 -2 1 2 3. ഇതിൽ 1.52 ഏകദേശം ഇവിടെ വരും, 1.52 2.01 ഇവിടെ വരും, ഏകദേശം 0.1. അപ്പോൾ നമുക്കെന്താ, ഇവിടെ വരെയുള്ള ഏരിയ ആണ് നമുക്ക് കാണുന്നത്, ഏരിയൻ്റെ പ്രോബബിലിറ്റി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ടേബിൾ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 0 മുതൽ 1.52 വരെ ഉള്ളത്
ഉള്ള പ്രോബബിലിറ്റി ടേബിൾ വാല്യൂ നമുക്ക് എന്തിലുണ്ടാവും, ഈ ടേബിളിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ 0 മുതൽ 2.01 വരെ, കാരണം ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 0 മുതൽ Z വരെയുള്ള വാല്യൂസാണ് നമുക്ക് ഇതിൽ കിട്ടുക. അതായത് ഈ ടേബിൾ വാല്യൂ തന്നിട്ടുള്ളത്, അതായത് Z മുതൽ ഇവിടെ വരെയുള്ള Z എന്നല്ല പറഞ്ഞത്, 0 മുതൽ എവിടെയാണോ Zൻ്റെ വാല്യൂ അത് വരെയുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 0 മുതൽ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ 1ൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ 1.2 ആണ്, 0 മുതൽ 1.2 ഇതുവരെയുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ടേബിൾ വാല്യൂ ഈ വാല്യൂസ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇനി കണ്ടത്, 0 മുതൽ 0.52, സോറി ഇതിങ്ങനെയാണ് എഴുതുന്നത്, 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.52, കാരണം 0 മുതൽ 1.52. അപ്പോൾ 0 മുതൽ 1.52 വരെയുള്ള വാല്യൂ ഇവിടെ നിന്ന് കിട്ടും, നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ 1.52ൻ്റെ വാല്യൂ നോക്കുക, 1.5 വരുന്നത് 5, ഇനി 2 വരുന്നത് ഇവിടെ നോക്കുക 2. അപ്പോൾ 1.52 ഏതാ വരുന്നത്, 0.4357 ഇത് കിട്ടി. അത് ഏത് വരെ ഉള്ളതാണ്, 0 മുതൽ 1.52 വരെ ഉള്ളതാണ് എന്ത്, 0.4357. ഓക്കെ, ഈ നെക്സ്റ്റ് എന്താ, 0 മുതൽ 2.01 വരെ ഉള്ളത്. അപ്പോൾ 2.01 എന്നുള്ളത് നെക്സ്റ്റ് ഇത് നോക്കുക. അപ്പോൾ 1ൻ്റെ കിട്ടി, 2.01 ആണ്, 2.0. അപ്പോൾ 2.0 എന്ന് 1 ഉള്ള കോളം നോക്കുക. അപ്പോൾ എന്താ, 0.4778. അപ്പം അതെന്താ, 0 മുതൽ ഇവിടെ വരെയുള്ളത്, 0 മുതൽ 2 എന്താ 0.4778 അല്ലേ. ഓക്കെ, 0.778. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് മനസ്സിലാക്കാം, 0 മുതൽ 1.52 വരെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എത്രയായിരുന്നു, 0.4357. ഇനി 0 മുതൽ 2 ഇവിടെ വരെയുള്ള 2.01 വരെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4357, 4357 അല്ല, 4778 ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെയുള്ള ഏരിയൻ്റെ ടേബിൾ വാല്യൂ ആണ് വേണ്ടത്. ഇത്രയും മതി, നമുക്ക് ഇത് വരെയുള്ള കിട്ടിയിട്ടുണ്ട്, ഇത് വരെയുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ, ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും പോർഷൻ, അതായത് ഈ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ലേ, ഇത്രയും പോർഷൻ്റെ വാല്യൂ നമുക്കറിയാം 0.4357, 0 മുതൽ ഇവിടെ വരെയുള്ളത് നമുക്കറിയാം. അതേപോലെ 0 മുതൽ ഇത് വരെയുള്ള ടോട്ടൽ വാല്യൂ നമുക്കറിയാം, 2.01 വരെയുള്ള വാല്യൂ നമുക്കറിയാം 0.478. അപ്പോൾ ഈ 0.478 ഈ 0.4357 ക്യാൻസൽ ചെയ്താൽ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ലേ, ഈ ഒരു ഏരിയൻ്റെ ടേബിൾ വാല്യൂ കിട്ടില്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം, 0.4778 മൈനസ് 0.4357. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0421 ആണ്. എന്ത്, പ്രോബബിലിറ്റി ഓഫ് 1.52 ലെസ് ദാൻ Z ലെസ് ദാൻ 2.01ൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് എന്താ, 0.0421 ആണ്. എങ്ങനെ, ഇത് 0 മുതൽ 1.52 വരെയുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം, അതേപോലെ 0 മുതൽ 2.01 ഉള്ള പ്രോബബിലിറ്റി അറിയാം. നമുക്ക് വേണ്ടത് ഇത്രയും പോർഷൻ, ഈ ഏരിയൻ്റെ മാത്രം പ്രോബബിലിറ്റി മതി. അപ്പോൾ നമുക്ക് എന്താ, കാരണം ഇങ്ങനെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ നമുക്ക് തരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ എത്രയാണോ Z-ൻ്റെ വാല്യൂ അത് വരെയുള്ള വാല്യൂസാണ് ഇവിടെ തരുന്നത്, 0 മുതലുണ്ട്. അപ്പോൾ നമുക്കെന്താ, അതുകൊണ്ടാണ് ഇവിടെ ഈ വാല്യൂസ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ 0.4778 ഇത്രയും പോർഷനിൽ ഇത്രയും ഭാഗം നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.0421. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. പ്രോബബിലിറ്റി ഓഫ് -1.52 ലെസ് ദാൻ Z ലെസ് ദാൻ -0.75. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം.